ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ള സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ നമ്മളിന്ന് മൂന്നാർ മൊത്തം കറങ്ങാൻ പോവാ. അപ്പോൾ ആദ്യത്തെ ഉറക്കമൊക്കെ ഉണർന്ന് അത്ര വലിയ ഇതില്ല, ഡ്രസ്സൊക്കെ ചെയ്തിട്ടിരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പം ഇപ്പം സമയം 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ എണ്ണീക്കാൻ ലേറ്റായി. അപ്പം ഞങ്ങൾ താഴെ പോയി ഫുഡ് കഴിച്ചിട്ട് കറങ്ങാനൊക്കെ ആയിട്ട് പോവാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. വാ, ഹെൽമെറ്റ് എടുക്കണം കേട്ടാ. എടുക്കട്ടെ? ഫോൺ ഇപ്പം തരത്തില്ല, എന്ത് പറഞ്ഞാലും. ഇച്ചിരി കഴിഞ്ഞ് തരാം, നമുക്ക് തരാം. പൂട്ടണ്ടേ? അതല്ല ഇതിലിറങ്ങാട്ടോ. താഴോട്ടല്ലേ? രതീഷ് മാമനാ. ഇവിടെ ഇരിക്കും. ഇതിനകത്ത് എന്ത് വേണം പറ. രാവിലെ തന്നെ കൊക്കക്കോള കുടിക്കാൻ പോവാണ്. തണുപ്പാണ് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിക്കട്ടെ. പ്ലെയിൻ ദോശ. പറയാം. അപ്പോൾ നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ താഴെ തന്നെയാണ് ആര്യാസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആദൂട്ടന് ഒരു പ്ലെയിൻ ദോശയാണ് പറഞ്ഞിട്ടുള്ളത്. അവന് കറിയൊന്നും വേണ്ട, പക്ഷേ അത് വെറുതെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. കറിയൊന്നും അവൻ കൂട്ടാറേ ഇല്ല. പിന്നെ ഏട്ടനും പ്ലെയിൻ ദോശയാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് മസാല ദോശയാണ് പറഞ്ഞത്. എൻ്റെ മസാല ദോശ വന്നിട്ടുണ്ട്. ഏട്ടന് പ്ലെയിൻ ദോശ, ആദൂട്ടനും പ്ലെയിൻ ദോശ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. ഒത്തിരി ലേറ്റായി. ഞങ്ങൾ രാവിലെ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. പക്ഷേ നല്ല മഴയായിരുന്നു, ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല.
ഇപ്പം എന്തായാലും ഇപ്പോഴും ഒരു മങ്ങിയ അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം ഞങ്ങളിവിടെ ചോദിച്ചു ഇങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന്. പക്ഷെ അല്ല, ഇന്ന് മഴ ഉണ്ടാവാനാണ് സാധ്യത എന്നാണ് അവരൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോവും, കാണണം, എല്ലായിടം കറങ്ങി കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പം ഇതാണ് ആനച്ചാൽ എന്ന് പറയുന്ന സ്ഥലം, ഈ സിറ്റി. അപ്പം ഇവിടെയാണ് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ ഇന്നലെ ATMലും എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. അപ്പം അത്യാവശ്യം ഇന്നലെ വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഏട്ടൻ ഇവിടെയാണ് വന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴികളിലെല്ലാം നല്ല ഹോട്ടൽസും റിസോർട്ടും ഒക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതേ നമ്മളിനി തേയിലത്തോട്ടം നോക്കി പോവാണ് ഞാൻ. അപ്പം നമുക്ക് എപ്പോഴായാലും മൂന്നാർ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും തേയിലത്തോട്ടം ആ ഒരു ഓർമ്മയല്ലേ വരുന്നത്. അപ്പം ഞാനിങ്ങനെ ഏട്ടനോട് ചോദിച്ചു വരുമായിരുന്നു. അങ്ങനെ ദേ നമ്മൾ തേയിലത്തോട്ടം കണ്ടു. ദൂരെ ദേ ആ റോഡ് കണ്ടില്ലേ. അപ്പം നമ്മൾ അവിടേക്കൂടാണ് ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഹാപ്പിയായി. ഇനിയുള്ള കാഴ്ചകളെന്ന് പറയുമ്പം വളരെ ഭംഗിയുള്ളതായിരിക്കും. അപ്പോൾ ഇതേ ഞങ്ങളിവിടെ കുറച്ച് നേരം ഇറങ്ങി നിന്നു. നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും. നല്ല ഭംഗിയുണ്ട്. നല്ല തണുത്ത കാറ്റിങ്ങനെ വീശുന്നുണ്ട്. തൊപ്പിയിട്. ടോയ്സ് വേണോ? എന്നീ തൊപ്പിയിടണം. അങ്ങനെ ദേ പിന്നെയും കാടും മേടും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഈ സ്ഥലമാണ് പള്ളിവാസൽ. നമ്മുടെ മൂന്നാർ ഇത് കഴിഞ്ഞിട്ടാണ്. അപ്പം ഡാമൊന്നും കാണാൻ ഇറങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ നേരെ മൂന്നാർ എന്ന് ലക്ഷ്യം വെച്ച് ഒരൊറ്റ പോക്കായിരുന്നു.
അങ്ങനെ നമ്മൾ കറക്റ്റ് മൂന്നാർ വന്നു കേട്ടോ. അപ്പോൾ നല്ല കോടയും ഒരു തണുപ്പും ഒക്കെ, നല്ല തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ചാറ്റൽ മഴയും. അപ്പം നമുക്ക് അതായിരുന്നു ഏറ്റവും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. പിന്നെ ഞങ്ങൾ ചാറ്റൽ മഴ ഇങ്ങനെ കടുക്കുന്നു എന്ന് കണ്ടപ്പോഴത്തേനും ദേ അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. അവിടെ കുറേ നേരമൊക്കെ കയറിയിരുന്നു. പിന്നെ ആദൂട്ടൻ എന്ന് പറയുമ്പം നല്ല കുഴപ്പമില്ലായിരുന്നു. അവൻ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ജാക്കറ്റ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മൂന്നാർ ടൗണിൽ കൂടെ ആണ്. അപ്പോൾ ദേ ഞങ്ങൾ വട്ടവട എന്ന സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെന്നാണ് അവിടെ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ അവിടെയുള്ള ആളുകൾ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് പോവാണ്. പക്ഷേ ചാറ്റൽ മഴയുണ്ട് കേട്ടോ. ആകാശത്തിങ്ങനെ മഴക്കോളിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ദേ ഇവിടെയൊക്കെ നിർത്തി കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദൂട്ടൻ്റെയും എൻ്റെ ഏട്ടൻ്റെയും ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഒരു ഭാഗമായിരുന്നു അത്. അപ്പുറത്ത് ദേ ടൗണ് കാണുന്നു. അപ്പുറത്തെ ആ സൈഡ് മാട്ടുപ്പെട്ടിയാണ് കേട്ടോ. പിന്നെ അവിടുന്ന് ഞങ്ങൾ ദേ വണ്ടി ഇട്ട് പോവുകയാണ്. നല്ല കോട ഇങ്ങനെ വന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതുവരെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ദേ ഇത്രയും ഭാഗമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ.
അപ്പോൾ ചെറിയ പൊടിച്ചിൽ, മഴയുടെ ചെറിയ പൊടിച്ചിൽ പൊടിക്കുന്നു. അപ്പം വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്നില്ല, കണ്ണിലോട്ട് ഇതാവും. അത് വന്ന് തൊപ്പി വെക്കുന്നില്ല, ഇങ്ങനെ ഇരിക്കുക, ഫ്രണ്ടിൽ തന്നെ ഇരിക്കത്തോളൂ. അപ്പോൾ അതെ നല്ല കോടയായിട്ടുണ്ട് കേട്ടോ. ആണോ? நான் இப்போ ஆக்சுவலி நான் வந்துன்னு ஒரு வாரம் வந்து கொஞ்சம் வேலை இருக்குது. நான் வந்துட்டு അങ്ങനെ നമ്മുടെ ഇരുന്ന ബസ് സ്റ്റോപ്പിൻ്റെ അപ്പുറത്തൊരു കടയായിരുന്നു. അപ്പോൾ അവിടുന്ന് ഏട്ടനൊരു മുട്ട ഓംപ്ലേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദൂട്ടന് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് അധികം മുളകൊന്നും ചേർക്കാതെ, അവന് വേണ്ടിയിട്ടായതുകൊണ്ട് മുളകൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അവൻ അങ്ങനെ കഴിച്ചതും ഇല്ല. ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കഴിക്കേണ്ടി വന്നു. ഒരു ബ്രെഡ് ഓംപ്ലേറ്റ്, കഴിക്ക്. ഇഷ്ടപ്പെട്ടാ? ചൂടുണ്ട്. അങ്ങനെ മുട്ട കഴിക്കാത്തതുകൊണ്ട് ഒരു ബ്രെഡ് ഓംപ്ലേറ്റ് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അത് കുറച്ച് കഴിച്ചു കേട്ടോ. പിന്നെ അത് ഇങ്ങനെ കോട ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ഫുള്ള് മൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പം വണ്ടിയൊക്കെ ഇങ്ങനെ ലൈറ്റിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ച അടിപൊളിയായിരുന്നു. പക്ഷെ തണുപ്പ് കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ അതേ ലാസ്റ്റ് മാഗിയും കൂടി വാങ്ങി. അപ്പം അവിടെ ഇരുന്ന് എല്ലാം ടേസ്റ്റ് ചെയ്യണം തോന്നി. നല്ല തണുപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ചൂടോടെ മാഗി വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് പിന്നെ യാത്ര തിരിച്ചത്. മഴയൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാട്ടുപ്പെട്ടിയാണ് കേട്ടോ. വട്ടവട യാത്ര നാളെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ പറയുന്നു മാട്ടുപ്പെട്ടിയിൽ എന്തൊക്കെയോ കാണാനുണ്ട്. അവിടെ ക്യാരറ്റ് കൃഷി, മറ്റ് കൃഷി സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഇതാണ്, അവിടെയൊക്കെ പോയി കാണാം. പിന്നെ ഡാമുണ്ടല്ലോ, ഡാമും ഒക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ. ഞങ്ങളവിടെ ഒരു തൊപ്പി വാങ്ങാനായിട്ട് കയറിയതായിരുന്നു. പക്ഷേ ആദൂട്ടൻ ആ തൊപ്പി വെച്ചപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ എടുത്ത് എറിഞ്ഞു. പിന്നെ എങ്ങനെയായാലും വണ്ടിയിൽ പോകുമ്പോൾ അവനത് എറിയുമെന്ന് ഉറപ്പായി. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങാൻ നിന്നില്ല. ചെറിയൊരു ചാറ്റമഴ ഉള്ളത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഹെൽമെറ്റ് ഉണ്ട്. അവനാണെങ്കിൽ അവൻ്റെ ഡ്രസ്സിൻ്റെ തൊപ്പിയുണ്ട്. അത് പിന്നെ ഞങ്ങൾ വഴക്ക് പറയുന്നതുകൊണ്ട് മാത്രം വെച്ചേക്കുന്നതാണ് കേട്ടോ. അവന് തൊപ്പിയൊന്നും വെക്കുന്നത് അത്ര ഇഷ്ടമൊന്നുമല്ല.
അപ്പോൾ ഇത് റിപ്പിൾ ടീയുടെ എക്സ്റ്റേറ്റുകളും അത് ഇതേ ഫാക്ടറിയുമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒത്തിരി ആളുകൾ നിൽക്കുന്ന കണ്ടു. അപ്പം ഞങ്ങളും അതിനകത്തോട്ട് കയറാനായിട്ട് പോവാണ്. ഇപ്പോൾ സമയം 1:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. 2 മണിക്കാണ് അവിടെ എൻട്രി അകത്തോട്ട്. ഫോണൊന്നും അലൗഡ് അല്ലെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് അകത്തെ കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അവിടെ വെറൈറ്റി ചായകൾ കൊടുക്കുന്നുണ്ട്. മസാല ചായ, ചോക്ലേറ്റ് ഫ്ലേവർ, അങ്ങനെ പല ചായകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മസാല ചായ വാങ്ങി, ഞാനും ഏട്ടനും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് മസാല ചായ കുടിക്കുന്നത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ വണ്ടുകളുണ്ട്. അത് നമ്മുടെ ചുറ്റും ഇങ്ങനെ നടക്കും ചായ കുടിക്കുന്നത് വരെ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി ഫാക്ടറിയിൽ നിന്ന്. ഇനി നമ്മൾ നേരെ മാട്ടുപ്പെട്ടിയിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ സ്പീഡ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഇല്ല, ഇങ്ങനെ തുഴഞ്ഞ് പോകുന്ന അതും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിലൊന്നും കയറാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ഞങ്ങളൊന്ന് അകത്തോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ 20 രൂപയാണ് കേട്ടോ പാസ്, എനിക്കും ഏട്ടനും കൂടി. അപ്പോൾ ഇങ്ങനെ പാസ്സൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അകത്ത് എന്തോ കാണാനൊക്കെ കാഴ്ചകളൊക്കെ ഉണ്ടെന്ന്. പക്ഷേ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ കുറേ കടകളും കച്ചവടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ഇങ്ങനെ ബോട്ടിങ് അവിടെ നിന്നാണ് സ്റ്റാർട്ടാവുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് ആൾക്കാർ നമ്മുടെ പുറകെ ഇങ്ങനെ നടക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പുറകിൽ ഒരു ചേട്ടൻ ഇങ്ങനെ നടക്കുമായിരുന്നു ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ലാസ്റ്റ് എൻ്റെ 2 ഫോട്ടോ എടുത്തു. ആദൂട്ടനും ഏട്ടനും വന്നില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് തേയിലത്തോട്ടത്തിൻ്റെ ഭാഗത്ത് പോയിട്ട് ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ എനിക്ക് ഹാപ്പിയായി. പിന്നെ ഞങ്ങളവിടെ അധികം നേരം നിന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നേരെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ബലൂണൊക്കെ ഇങ്ങനെ വെച്ചിട്ട് തോക്ക് പൊട്ടിക്കുമല്ലോ, ആ സംഭവം കണ്ടു കേട്ടോ. അപ്പോൾ ഏട്ടന് കയറണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ പൊട്ടിക്കാനായിട്ട് വന്നേനെ. ഫസ്റ്റ് ബലൂൺ തന്നെ ഏട്ടൻ പൊട്ടിച്ചു കേട്ടോ. പിന്നെ അങ്ങോട്ട് ഏട്ടൻ അങ്ങൊരു ആവേശമായിരുന്നു. പിന്നെ അത് മൊത്തം പൊട്ടിച്ചിട്ടാണ് ഏട്ടൻ സംഭവം പിന്മാറിയത്. അങ്ങനെ ഏട്ടൻ പൊട്ടിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്കും ഒരു ആഗ്രഹം തോന്നിയിട്ട് ഞാൻ ഒരെണ്ണം പൊട്ടിച്ചു കേട്ടോ. ബാക്കിയൊക്കെ പാഴായി പോയി. ഒരെണ്ണം എനിക്ക് പൊട്ടിക്കാൻ പറ്റിയോളൂ. അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടിയിൽ നിന്ന് തിരിച്ച് മൂന്നാർ വന്നു. അപ്പം നമ്മളിപ്പം ബൊട്ടാണിക്കൽ ഗാർഡനകത്തോട്ട് പോകാൻ പോവാണ് കേട്ടോ. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എത്ര രൂപ പാസ്? 50. ഈ ചെറിയ സാധനത്തിനൊന്നും വേണ്ട.
ചെടി പ്ലാസ്റ്റിക് ആണോ? പ്ലാസ്റ്റിക്. ഇതാരാ അത്? കള്ളിമുൾച്ചെടിയുടെ വെറൈറ്റി അങ്ങനെ ഞങ്ങളിതേ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. രാത്രി വന്നാലാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ഭംഗി. ഇവിടെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് കാണാനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കാണാൻ നിൽക്കുന്നില്ല, തിരിച്ചു പോവാണ്. താഴോട്ട് ഒത്തിരി ഇറങ്ങി കാണാനൊക്കെ ഉണ്ട്. അപ്പം ഇറങ്ങി പോകുമ്പം നല്ലതാണെങ്കിലും തിരിച്ച് കയറാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ നടക്കത്തതുമില്ല. അതുമാത്രമല്ല സമയം ഇപ്പോൾ 4 മണിയായിട്ടുണ്ട്. നല്ലപോലെ വിശക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് മൂന്നാർ ടൗണിൽ തന്നെ വന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് 2 മീൽസായിരുന്നു. എനിക്ക് ഏട്ടനും നോൺ വെജോട് കൂടി ഇവിടുത്തെ മീൽസാണ് പറഞ്ഞേക്കുന്നത്. നോൺ വെജ് മീൽസ്, ചിക്കൻ കറി വരുന്ന ആദൂട്ടന് ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു മഴ പെയ്തു. അങ്ങനെ ഒരുപാട് നേരം മഴ തോരാൻ വേണ്ടി നിൽക്കേണ്ടി വന്നായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഏകദേശം 5:30 ഒക്കെ ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിതേ ഇവിടെ ഒരു കൊച്ചു കടയിൽ ഇങ്ങനെ ഒരു വ്യൂ ആസ്വദിച്ചുകൊണ്ടിരുന്ന് ചൂട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നിന്നപ്പോഴത്തേക്കും സമയം രാത്രിയായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലൂടെ കാണാനുണ്ട്. അപ്പോൾ നാളെ 12 മണിക്കാണ് നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് പോകാമെന്നാണ് ഏട്ടൻ പറഞ്ഞത്. അപ്പം നടക്കുമെന്നറിയില്ല, കാലാവസ്ഥ എന്ത് പറയുന്നു അങ്ങനെ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ.